സോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. OpenCV എന്നാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ OpenCV എന്ന് പറയുന്നത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വിഷൻ അതുപോലെ മെഷീൻ ലേണിംഗ് ലൈബ്രറിയാണ്. നമുക്ക് സിംപ്ലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലൈബ്രറി അല്ലെങ്കിൽ AI ലൈബ്രറി എന്നും വിളിക്കാം. സോ OpenCVയുടെ ഫുൾ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് കമ്പ്യൂട്ടർ വിഷൻ എന്നാണ്. സോ കമ്പ്യൂട്ടർ വിഷൻ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ഇമേജ്, വീഡിയോ പ്രോസസ്സിംഗ്, അതുപോലെ ഫീച്ചർ ഡിറ്റക്ഷൻസ്, എക്സ്ട്രാക്ഷൻ, ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമേജും അതുപോലെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C++ലാണ്. അതുപോലെ ഇതിന് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി നമുക്ക് ജാവയിൽ ഇത് ഉപയോഗിക്കാം, അതുപോലെ പൈത്തോണിൽ ഉപയോഗിക്കാം, C++ൽ ഉപയോഗിക്കാം, ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാം. സോ നമ്മളിവിടെ പഠിക്കുന്നത് OpenCV-Python ആണ്. പൈത്തോൺ പാക്കേജാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതൊരുപാട് ഫീൽഡിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോബോട്ടിക്സ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, മെഡിക്കൽ ഇമേജിംഗ്, സർവൈലൻസ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് OpenCV.org എന്നാണ്. നിങ്ങളത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ വിഷൻ എന്നാൽ എന്താണെന്നാണ്. നമ്മളിവിടെ ആദ്യത്തെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിരുന്നു. ഇതൊരു കമ്പ്യൂട്ടർ വിഷൻ ലൈബ്രറിയാണ്, അതുപോലെ മെഷീൻ ലേണിംഗ് ലൈബ്രറിയാണ്. സോ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് നോക്കാം. സോ കമ്പ്യൂട്ടർ വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇമേജിൽ നിന്നോ വീഡിയോയിൽ നിന്നോ കമ്പ്യൂട്ടറിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി, മനുഷ്യന്മാരെ പോലെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കമ്പ്യൂട്ടറിന് സാധിക്കുന്ന തരത്തിലുള്ള അൽഗോരിതംസും ടെക്നിക്സും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറിന് ഒരു കണ്ണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും. സോ മനുഷ്യന്മാരായ നമുക്ക് ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ കമ്പ്യൂട്ടറിന് നമ്മളൊരു ഇമേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അത്തരത്തിലുള്ളൊരു ടെക്നോളജിയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളൊരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അത് നായയാണ്, പൂച്ചയാണ്, അത് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ കളർ തുടങ്ങിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ ഒരു സംഭവം കമ്പ്യൂട്ടറിനും ചെയ്യാൻ കഴിയണമെങ്കിൽ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലോട്ട് കമ്പ്യൂട്ടറിനെ മാറ്റുന്നതിനുള്ള ഒരു ടെക്നോളജിയാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു നായയെ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ വെബ്കാമിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവണം, ഇതൊരു നായയാണ്, അത് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്നും അതിൻ്റെ കളർ എന്താണെന്നും ഒക്കെ കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരണം. ആ ഒരു രീതിയിൽ ഉള്ള ഒരു ടെക്നോളജിയെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിത് ഇമേജ് അതുപോലെ വീഡിയോ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനും അതുപോലെ ട്രാക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് മെഷീൻ ലേണിംഗ് ഇൻറ്റഗ്രേഷൻ ചെയ്യാം OpenCV ഉപയോഗിച്ച്. ഉദാഹരണമായി നമുക്ക് നമ്മുടേതായിട്ടുള്ള മോഡൽസ് ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് ക്ലാസിഫിക്കേഷനും ഒബ്ജക്റ്റ് റെക്കഗ്നിഷനൊക്കെ അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫേഷ്യൽ അനാലിസിസ്, ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് റെക്കഗ്നിഷൻ തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ഒരു ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും.